ഗൈസ് മഴയൊക്കെ ആയിട്ട് നമുക്കൊരു മൂന്നാർ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാറൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സത്യം പറയാലോ, ഊബറിന്റെ അക്കൗണ്ട് ബ്ലോക്കായി ഇങ്ങനെ മൂഞ്ചി തെറ്റിയിരുന്നപ്പോഴാണ് ഇന്നലെ ലുലുമാളിലോട്ട് ഒരു ട്രിപ്പ് അടിച്ചത്, അതും റാപ്പിഡോ. അവരെ പിക്ക് ഡ്രോപ്പ് ചെയ്യാൻ നേരമാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞത് നാളെ ഫ്രീ ആണോ മൂന്നാർ വരെ ഡ്രോപ്പ് ചെയ്യാവോ. പടച്ചവൻ എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓക്കെ പറഞ്ഞ് രാവിലെ എണ്ണിട്ട് റെഡിയായി നേരെ മൂന്നാർ. എല്ലാ കോളേജിലും ഓണപരിപാടി ആയിട്ട് പോകുന്ന വഴിക്ക് സാരി കൊടുത്തത് പട്ടോടെ എടുപ്പൊക്കെ ഇട്ടോ നല്ല കിളി പോലത്തെ പെമ്പിളാരെ കുറച്ചുപേരെ വായി നോക്കാം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയപ്പോൾ ദാണ്ട് അടക്കുന്നു അടുത്ത പണി, ടയർ പഞ്ചർ. ഒരാണി കുത്തി കയറിയാനത്തിരിക്കുക, ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ. പിന്നെ ആലുവ പമ്പിൽ നിന്ന് CNG അടിച്ച് അവിടുന്ന് തന്നെ പഞ്ചർ ഓടിച്ച് നേരെ മൂന്നാർക്ക്. ഇത്തവണ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു. നേര്യമംഗലത്ത് നിന്ന് രാജാക്കാട് വഴി സൂര്യനെല്ലിക്ക് അടുത്ത് വന്ന് ചാടുന്ന വഴിയിലൂടെയാണ് വന്നത്. വരുന്ന വഴി തന്നെ ചെറിയ ചെറിയ വാട്ടർഫാൾസിലും വ്യൂ പോയിന്റിലൊക്കെ ഇറങ്ങി നിന്ന് എൻജോയ് ചെയ്ത് ആസ്വദിച്ചാണ്. അങ്ങനെ ഏകദേശം 2 മണിയായപ്പോഴത്തേക്ക് രാജാക്കാട് അവിടെ തന്നെയുള്ള എലാ റെസ്റ്റോറന്റ് എന്ന് പറയുന്ന റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. അവർ കുറേ നിർബന്ധം, ഞാൻ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യുന്നതിൽ അവർക്കുള്ള ഫുഡ് ഞാൻ ചൂസ് ചെയ്താൽ മതി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചട്ടിച്ചോറും ഒരു ബിരിയാണി ഒരു പെരി അൽഫാമും ഓർഡർ ചെയ്തു. അതെല്ലാം കൂടെ കഴിച്ച് ഓരോ മിന്റ് ലൈമും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 4 മണിയായപ്പോഴത്തേക്ക് റിസോർട്ടിലെത്തി. ചെറിയ ചാറ്റൽ മഴയും അടിപൊളി ക്ലൈമറ്റും കിഡിലെ റിസോർട്ട്. ക്ലൈമറ്റിന്റെ കാര്യം എടുത്ത് പറയേണ്ട തന്നെ, ഇപ്പൊ മൂന്നാർ വരാൻ പറ്റിയ ടൈമാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഓണ വെക്കേഷൻ ആയിട്ട് ഒട്ടും സമയം കളയണ്ട, വണ്ടി എടുത്ത് നേരെ വിട്ട മൂന്നാറേക്ക് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. മുള്ളാനായിട്ട് ചുക്കാമണി പോലെ എടുത്ത് പുറത്തിടാൻ പറ്റില്ല, അതുവരെ ഐസായിപ്പോ അത്രയ്ക്ക് കോടയും തണുപ്പാണ്. ദാണ്ട് ആ കാണുന്നതാണ് റിസോർട്ട്. ബബിൾ കണക്കാ ബലൂൺ പോലിരിക്കുന്ന എന്തോ ഒരു സാധനത്തിനകത്താണ് സ്റ്റേ ചെയ്യുന്നത്. അതും വ്യൂ വരുന്ന ആ ഒരു സൈഡ് ഫുള്ളും ഓപ്പൺ ഗ്ലാസ് ആണ്. ഹണിമൂൺ ഒക്കെ വരുന്ന കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ രാത്രി സമയങ്ങളിൽ കോടയൊക്കെ കണ്ട് വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഹണിമൂൺ ആഘോഷിക്കും. അപ്പൊ ശരി, എനിക്ക് നല്ല ഉറക്കം വരുന്നത്. നമ്മളും ഈ വ്യൂ ഒക്കെ കണ്ട് ഉറങ്ങാൻ പോവാന്നേ.